കനത്ത ചൂടിനെ അവഗണിച്ച മധ്യ കേരളത്തിൽ ഇടത് സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിൽ മുന്നേറുന്നു. എല്ലാ പ്രദേശങ്ങളിലും വൻ വരവേൽപ്പാണ് ഇടത് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നത്. വോട്ടർമാരെ പരമാവധി നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ. ചേതൻ സാജനുട്ട കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ചേതൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചേതൻ, എങ്ങനെയാണ് മധ്യ കേരളത്തിലെ പ്രചാരണമൊക്കെ നടക്കുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല ചൂടാണ്. അതിന് ഈ ഉച്ച സമയം ഒന്നും ആകട്ടെ, ഈ സമയത്ത് തന്നെ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട് പുറത്തൊക്കെ. എങ്ങനെയാണ് പ്രചാരണം പുരോഗമിക്കുന്നത്? കഴിഞ്ഞ ദിവസമായിരുന്നു KJ ഷൈൻ ടീച്ചറുടെ വാഹന പര്യടനമൊക്കെ ആരംഭിച്ചത്. ഇതൊക്കെയാണ് വിശദാംശങ്ങൾ. കീർത്തി പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് ഓരോ ദിവസം വേനൽ ചൂടിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചൂടും മധ്യ കേരളത്തിൽ കനക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ഇന്ന് എറണാകുളം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയായ ഷൈൻ ടീച്ചർക്ക് ചെല്ലാനം തീരപ്രദേശ മേഖലയായ ചെല്ലാനത്ത് നിന്നാണ് ഇന്ന് പര്യടനം ആരംഭിക്കുന്നത്. ചെല്ലാനം കഴിഞ്ഞ് കണ്ണമാലി, മുണ്ടംവേലി, തോപ്പുംപടി, പള്ളുരുത്തിയിൽ തുടങ്ങി കുമ്പളങ്ങിയിലാണ് ഇന്ന് ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പര്യടനം സമാപിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി ഇന്ന് ജില്ലയിലുണ്ട്. അദ്ദേഹത്തിന് 3 പൊതുസമ്മേളന പരിപാടികളാണുള്ളത്. അതായത് ആദ്യത്തെ പരിപാടി ഗോത്തുരുത്ത് കൊട്ടാരക്കരം കല്ലുങ്കൽ സമീപത്താണ്. രണ്ടാമത്തെ പരിപാടി തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡും മൂന്നാമത്തെ പരിപാടി കളമശ്ശേരി ബെയ്ത്ത് കൺവെൻഷൻ സെൻറ്ററിലുമാണ് ഇന്ന് MA ബേബിയുടെ തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനം. അതുപോലെ തന്നെ രവീന്ദ്രൻ മാഷിന് ചാലക്കുടി LDF സ്ഥാനാർത്ഥി രവീന്ദ്രൻ മാഷ് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലാണ് ഇന്ന് പര്യടനം ആരംഭിക്കുന്നത്. പെരുമ്പാവൂരിലെ കോടനാട് വെച്ചാണ് ഇന്ന് രവീന്ദ്രൻ മാഷിൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിക്കുന്നത്. കോടനാട് നിന്ന് ആരംഭിച്ച് കാവുംപുറത്താണ് ഇന്ന് രവീന്ദ്രൻ മാഷിൻ്റെ തെരഞ്ഞെടുപ്പ് സമാപിക്കുന്നത്. മൊത്തത്തിൽ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഈ മധ്യ കേരളത്തിൽ നേരത്തെ തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. മറ്റ് 2 മുന്നണികൾ പ്രഖ്യാപിക്കുന്ന മുമ്പ് തന്നെ ഇടതുമുന്നണി അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് ഒരു വൻ നേട്ടമായി എന്ന് വേണം വിലയിരുത്താൻ. കാരണം ഉദാഹരണം പറഞ്ഞാൽ ഈ എറണാകുളം ലോക്സഭാ മണ്ഡലം തന്നെ പരിശോധിച്ചാൽ 7 അസംബ്ലി മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം. ഈ 7 നിയോജക മണ്ഡലങ്ങളിലും 3-4 കൂടുതൽ തവണ നമ്മുടെ സ്ഥാനാർത്ഥിയായ KJ ഷൈൻ ടീച്ചറിന് എത്താൻ സാധിച്ചു എന്ന് പറഞ്ഞത് വലിയൊരു നേട്ടമായിട്ടാണ് ഇടതു ക്യാമ്പ് വിലയിരുത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രി ഇവിടെ ജില്ലയിലുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും നമ്മുടെ രാജ്യം തന്നെ ജനാധിപത്യത്തിന് എല്ലാ മൂല്യങ്ങളും ചോദ്യം ചെയ്യുന്ന ഒരു തരത്തിലേക്കുള്ള കാലഘട്ടത്തിലേക്കാണ് കടന്നു പോകുന്നത്. ഈ സമയത്താണ് ഒരു തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. ഈ മുഖ്യമന്ത്രി അടക്കം ചൂണ്ടിക്കാണിച്ചത് പല കാര്യങ്ങളിലും, അതായത് ഈ സംഘപരിവാർ ഉയർത്തുന്ന പല വിഷയങ്ങളിലും പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഏക അഭിപ്രായമില്ല എന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ കേജ്രിവാളിൻ്റെ അറസ്റ്റ് തന്നെ എടുക്കാം. കേജ്രിവാളിൻ്റെ അറസ്റ്റ് ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടി അപലപിക്കുമ്പോഴും ഡൽഹിയിലെ പ്രാദേശിക ഡൽഹിയിലെ നേതാക്കന്മാരെ അടക്കം അജയ്മാക്കാൻ അടക്കമുള്ള നേതാക്കന്മാർ പറയുന്നത് കേജ്രിവാളിനും അതുപോലെ തന്നെ മനീഷ് സിസോദിയും അറസ്റ്റ് ചെയ്യണമെന്ന നിലപാടിലാണ്. ഇവിടെയും കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെയാണ് EDയുടെ കാര്യം. EDയുടെ ദേശീയ തലത്തിൽ മറ്റൊരു നിലപാട്, എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് മറ്റൊരു നിലപാട്. അതായത് ED പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു എന്നാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടി പറയുന്നതെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോൾ CPIM നേതാക്കന്മാർക്കൊക്കെ സമൻസൊക്കെ വരുമ്പോൾ അതിനെ ഒരു പിന്തുണക്കുന്ന നിലപാട് ബി ജെ പിയെ പോലെ തന്നെ പിന്തുണക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം വർഗീയ സംഘടനയായ SDPIയുടെ പിന്തുണ കാര്യമാണ്. ഈ തങ്ങൾക്ക് ഈ വർഗീയ പാർട്ടിയുടെ വോട്ട് വേണ്ട എന്നുള്ളൊരു നിലപാട് കോൺഗ്രസ് പാർട്ടി എടുക്കുന്നില്ല. പകരം ഒരു ഒഴുക്കം മട്ടിലുള്ള മറുപടി പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു നിലപാടിലേക്കാണ് കോൺഗ്രസ് പാർട്ടി എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ട് വിഷയം, ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയം അഴിമതിയാണെന്ന് ആദ്യം തുറന്നു പറഞ്ഞ പാർട്ടിയാണ് CPIM. പക്ഷേ ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയം അഴിമതിയാണെന്ന് പറയാൻ കോൺഗ്രസിനാവുന്നില്ല. കാരണം ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. 1000 കോടിയോളം രൂപ ബോണ്ടായി സ്വീകരിച്ച പാർട്ടിയാണ്. അതുപോലെ തന്നെ DLFൻ്റെ പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വദ്ര തൻ്റെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ, ഹരിയാനയിൽ അകപ്പെട്ട കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള BJPക്ക് ബോണ്ട് നൽകി. ഈ ബോണ്ട് നൽകിയതിന് ശേഷം അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് ലഭിച്ചു. ഈ ഒരു വിഷയം നമ്മൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോടൊക്കെ ചോദിക്കുമ്പോഴും അവർ ഒരു ഉത്തരമില്ലാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ പൗരത്വ വിഷയം എടുത്താൽ തന്നെ കോൺഗ്രസ് 2 തട്ടിലാണ്. അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ BJP വേർതിരിച്ചപ്പോൾ ഇത് തങ്ങൾക്ക് ഈ വിഷയത്തിൽ ആലോചിക്കാൻ സമയം വേണം എന്നാണ് കോൺഗ്രസ് പ്രസിഡന്റായ ഖാർഗെ അന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്.
കെ.സി. വേണുഗോപാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് കോൺഗ്രസ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ പുറത്തു വന്നു. ഈ മാനിഫെസ്റ്റോയിൽ സി എനെ കുറിച്ച് പരാമർശമില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ പറയാനല്ല ഞാനിവിടെ ഇരിക്കുന്നത് എന്നുള്ള രൂക്ഷമായ ഒരു മറുപടിയാണ് കെ.സി. വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു വിഷയമാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ പ്രചാരണത്തിന് വരുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ കൊടി ഒഴിവാക്കിയെന്നാണ്. അതായത് ഈ മുസ്ലിം ലീഗിൻ്റെ കൊടിയെ സംഘപരിവാർ പറയുന്ന പ്രധാനമായും ആരോപിക്കുന്നത് അത് പാകിസ്ഥാൻ്റെ കൊടിയുമായി സാമ്യമുള്ളതാണ്. ഈ ഒരു വാദം മുഖവിലക്കെടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും വയനാട്ടിൽ തൻ്റെ പര്യടനത്തിന് മുസ്ലിം ലീഗിൻ്റെ കൊടി ഒഴിവാക്കിയത്. ഇതിലടക്കം UDF ക്യാമ്പുകളിൽ അതൃപ്തിയുണ്ട്. കാരണം ഇങ്ങനെ സംഘപരിവാറിനെ പേടിക്കുന്നവരാണോ നാളെ രാജ്യം ഭരിക്കാൻ പോകേണ്ടത് എന്നാണ് 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രി ജില്ലയിലെത്തിയപ്പോൾ അന്ന് നമ്മൾ ചോദിച്ചത്. അതുപോലെ തന്നെ കേരളത്തിന് വേണ്ട കേന്ദ്രവിഹിതം നൽകാത്തതിൽ കേരളം ജന്തർ മന്ദിൽ മുഖ്യമന്ത്രി അടക്കം സമരം ചെയ്തിരുന്നു. ഈ സമരത്തിലും പുറംതിരിഞ്ഞിരിക്കുന്ന നിലപാടാണ് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചത്. ഇതടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രചാരണം കേരളത്തിൽ പുരോഗമിക്കുന്നത്. കീർത്തി. ചേതനാട് വിവരങ്ങൾ നൽകിയത്. നിരവധി രാഷ്ട്രീയമായി ചൂടേറിയ വിഷയങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉയർന്നു വരുന്നത്. ആളുകൾ ചോദിക്കുന്നുണ്ട്, വോട്ടർമാർ നിരവധി വിഷയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ മൗനം പാലിക്കുന്ന കാഴ്ചകളാണ് ഈ UDF സ്ഥാനാർത്ഥിയുടെയും ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥികളുടെയും ഒക്കെ തന്നെ ഭാഗത്തു നിന്നും കാണുന്നത്. നിരവധി വിഷയങ്ങളിൽ ഇവർക്ക് മൗനമാണ്. ക്ഷോഭിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തും. ഇതൊക്കെ ഏത് തരത്തിൽ വോട്ടായി മാറുമെന്ന് തന്നെയാണ് കാണേണ്ടത്. അങ്ങനെ പ്രചാരണമൊക്കെ ആവേശകരമായി തന്നെ പുരോഗമിക്കുന്നു.